മോട്ടോർ വാഹന വകുപ്പിലേക്ക് ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്കായിട്ട് PSCയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനും കൂടെ വന്നിട്ടുണ്ട്. സോ ഇതുപോലുള്ള കൂടുതൽ ജോബ് അപ്ഡേറ്റ്സ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. സോ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു പോസ്റ്റിനായിട്ട് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 1/7/2026 വരെയാണ്. കാറ്റഗറി നമ്പർ 26/2026 ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. സോ ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ PSCയുടെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തവർക്ക് ഈ ഒരു പോസ്റ്റിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. സോ നമുക്കിവിടെ കാണാൻ സാധിക്കും മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റ് അതായത് MVDയിലേക്ക് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കൽ ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ ഈ ഒരു വേക്കൻസീസ് വിളിച്ചിരിക്കുന്നത്. സോ ഡിഫറന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഈ ഒരു പോസ്റ്റിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. സോ ഈ ഒരു പോസ്റ്റിലേക്ക് പറയുന്ന സാലറി റേഞ്ച് എന്ന് പറയുന്നത് 45,600 രൂപ തൊട്ട് 95,600 രൂപ വരെയാണ്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. 21 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതായത് 2/1/1986 1/1/2005 ഇടയിൽ ജനിച്ചവർക്ക് ഈ ഒരു പോസ്റ്റിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും. ഇതുകൂടാതെ SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷവും OBC കാൻഡിഡേറ്റ്സിന് 3 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. സോ ഈ ഒരു പോസ്റ്റിലേക്ക് ചോദിക്കുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മിനിമം 10ാം ക്ലാസ് യോഗ്യതയും അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അതും 3 വർഷത്തെ കോഴ്സ് ആയിരിക്കണം. ഈ ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ വേണം ഈ ഒരു കോഴ്സ് പഠിച്ചിരിക്കേണ്ടത്. അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിന് ഇക്വലന്റ് ആയിട്ടുള്ള ഏതെങ്കിലും സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിലും ഈ ഒരു പോസ്റ്റിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇതുകൂടാതെ മോട്ടോർ സൈക്കിൾ HMV പോലുള്ള വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസും വേണമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് ചോദിക്കുന്ന ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് 165 സെന്റിമീറ്ററും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മിനിമം ഹൈറ്റ് 152 സെന്റിമീറ്ററും വേണം. അതുപോലെ തന്നെ മെയിൽ കാൻഡിഡേറ്റ്സിന് ചെസ്റ്റ് വിഡ്ത്ത് 81 സെന്റിമീറ്ററും അതുപോലെ തന്നെ എക്സ്പാൻഷൻ ആയിട്ട് 5 സെന്റിമീറ്ററും വേണമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ ഐസൈറ്റിന്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും ഇവിടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു പോസ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷന്റെ ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിൽ ടാഗ് ചെയ്യുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.